എടാ, വേടനെ ഇതിനു മുന്നേ ഹൈബ്രിഡ് കഞ്ചാവ് കേസിൽ പിടിച്ചപ്പോഴത്തേക്കും പുള്ളിക്കാരൻ അത് കഴിഞ്ഞിട്ട് ഒരു പ്രസ്താവന ഇറക്കണുണ്ടായി, പുള്ളിക്കാരൻ നന്നായി എന്നൊക്കെ ഉള്ളത്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഇപ്പോൾ ഒരു പീഡന കേസ് പുള്ളിക്കെതിരെ വന്നിട്ടുണ്ട്. അപ്പോൾ ഇതിനെപ്പറ്റി എന്താ നിനക്ക് പറയാനുള്ളത്? വേടൻ നന്നായിട്ടുണ്ടെന്നുള്ളത് പുള്ളിയുടെ വ്യക്തിപരമായിട്ടുള്ള കാര്യമാണ്. അപ്പോൾ നന്നായിട്ടുണ്ടെങ്കിൽ നന്നാവട്ടെ, നല്ല കാര്യം. പിന്നെ ഇപ്പോൾ വന്നിട്ടുള്ള പീഡന കേസ് നേരത്തെ ഒരു 2-3 വർഷം മുന്നേ ഉള്ളൊരു കേസാണ്. നടന്നിട്ടുള്ള സംഭവത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഇപ്പോൾ അത് പരാതിക്കാരി ഉന്നയിച്ചെന്നാണ് നമുക്ക് അറിയാൻ പറ്റുന്നത്. നേരത്തെ വേടനെ പറ്റി ഇതേപോലെ ഒരു ആരോപണം വന്നിട്ടുണ്ട് ഈ ഹൈബ്രിഡ് കഞ്ചാവ് കേസിന് മുന്നേ. അപ്പോൾ സംഭവം ഇത്രേ ഉള്ളൂ. നമ്മൾ വേടൻ ഹൈബ്രിഡ് കഞ്ചാവ് ഉപയോഗിക്കുകയോ അല്ലെങ്കിൽ ഇങ്ങനെയുള്ള കേസുകൾ കാര്യങ്ങൾ വരുമ്പോൾ നമ്മൾ ഒരുപാട് വേടൻ്റെ പാട്ട് ഇഷ്ടപ്പെടുന്ന ആളെന്ന നിലയിൽ നമ്മൾ ആരെയും ന്യായീകരിക്കേണ്ട കാര്യമില്ല. ഞാനത് പറയാൻ പറ്റില്ല. ഞാനിപ്പോ പുള്ളിക്കാരന്റെ ഫാനാണ്, പക്ഷെ പുള്ളിയുടെ ആ പാട്ടുകളോടാണ് എനിക്ക് ആരാധന. പുള്ളി പേഴ്സണലി ആരാണെന്നുള്ളത് എനിക്ക് അറിഞ്ഞൂടാ. അതാണ്, അതായത് നമ്മൾ ആ വ്യക്തിയെ നമുക്ക് അറിയില്ല, അത് ആർട്ടിസ്റ്റാണ്. ആ ആർട്ടിസ്റ്റിനെ നമ്മൾ ആർട്ടിന്റെ പേരിലാണ് നമ്മൾ ആരാധിക്കുന്നത്. അതായത് വേടന്റെ പാട്ടുകൾ, അതിന്റെ വരികൾ, അതിലൂടെയുള്ള അയാളുടെ ആ കഴിവിനെയാണ് നമ്മൾ ആരാധിക്കുന്നത്. അല്ലാതെ പേഴ്സണൽ ലൈഫിൽ അയാൾ നന്നാവുകയോ ചീത്തയാവുകയോ എന്നുള്ളത് നമ്മളെ ഒരു പരിധിവരെ അത് ബാധിക്കുന്ന കാര്യമല്ല. ഒരു പരിധിവരെ അല്ല, യാതൊരു രീതിയിലും ബാധിക്കുന്ന കാര്യമല്ല. കാരണം നമുക്കൊരു തെറ്റായിട്ടുള്ള ധാരണയുണ്ട്. നമ്മളൊരാളെ ആരാധിക്കുകയാണെങ്കിൽ അവരെല്ലാ രീതിയിലും പെർഫെക്റ്റ് ആയിരിക്കണം. അതിനു വേണ്ടിയിട്ട് നമ്മൾ മാക്സിമം ന്യായീകരിച്ച് കമൻറ്റ് ബോക്സിലും എല്ലായിടത്തും വന്നിട്ട് സംസാരിക്കും. അങ്ങനത്തെ ഒരു ഭയങ്കര മോശമായിട്ടുള്ളൊരു പ്രവണത ഇന്ത്യയിൽ മൊത്തത്തിലുണ്ടെന്ന് എനിക്ക് തോന്നുന്നത്. കേരളത്തിൽ കുറച്ച് കുറവാണ്, എന്നാലും ഉണ്ട്. ഇപ്പം തമിഴ്നാട്ടിലല്ലെങ്കിൽ നോർത്തിൽ പോവുകയാണെങ്കിൽ പിന്നെ അതിൻ്റെ ഒരു എക്സ്ട്രീമാണ്. പലപ്പോഴും റോട്ടിൽ തിക്കും തിരക്കും ഉണ്ടാക്കി തന്നെ മരിക്കുന്ന ഒരു സാഹചര്യം തന്നെ ഇങ്ങനത്തെ ഒരു എക്സ്ട്രീം ഫാൻസിന്റെ സംഭവം വരുമ്പോഴാണല്ലോ. അപ്പൊ നമ്മൾ മലയാളികൾ കുറച്ചും കൂടി നമുക്ക് ലിറ്ററലി ബുദ്ധിയുണ്ടെന്ന് നമ്മൾ സ്വയം പറയാനുണ്ട്. അപ്പോൾ നമ്മൾ കുറച്ചും കൂടി ചിന്തിക്കുക. ഇപ്പോൾ പണ്ടത്തെ കാലത്ത് മോഹൻലാൽ മമ്മൂട്ടി ഫാൻ ഫൈറ്റ് ആയിരുന്നു. ഇങ്ങനെ എല്ലാ കേസിലും ബേസിക് ആയിട്ടുള്ള കാര്യം മാത്രമേ മാറുന്നുള്ളൂ. അപ്പോൾ അത് മാറിയിട്ട് സിനിമാ നടന്മാർ മാറിയിട്ട് വേടൻ എന്നുള്ള ഒരാളായി. അപ്പം നമ്മൾ ഇഷ്ടപ്പെടുന്ന ആൾ, ഒരു കലാകാരൻ, അവർ ചെയ്യുന്ന ഒരു മോശം പ്രവൃത്തി വരുമ്പോൾ നമ്മളത് ഇമോഷണലായിട്ട് എടുക്കേണ്ട കാര്യമില്ല. നമുക്ക് അവരെ ഇഷ്ടമാണ്, അവരുടെ പാട്ടുകൾ ഇഷ്ടമാണ് എന്ന് പറഞ്ഞ് ഇങ്ങനെയുള്ള ആരോപണങ്ങൾ ശരിയോ തെറ്റോ അത് അതിൻ്റെ വഴിക്ക് നടക്കും. കോടതിയിൽ ഉള്ള കാര്യങ്ങളാണ്, അത് പോലീസുകാർ തെളിയിച്ചോളും. അതിൻ്റെതായ രീതിയിൽ നടങ്ങുക. അത് വെച്ചിട്ട് നമ്മൾ വേടനെ ഒരുപാട് എന്താ പറയുക, ഇകഴ്ത്തി കാണിക്കേണ്ട കാര്യമില്ല, ന്യായീകരിക്കേണ്ട കാര്യമില്ല, രണ്ടുമില്ല. പിന്നെ ഇത് എല്ലാവർക്കും ഒരു സ്വാതന്ത്ര്യം ഉണ്ടല്ലോ. ചില ആൾക്കാർക്ക് വേടനെ ന്യായീകരിക്കുമ്പോഴായിരിക്കും ഒരു സ്ട്രെസ് കിട്ടുന്നത്, അല്ലേ? അതാണ്, അത് ഭയങ്കര ഒരു നമ്മൾ ഭയങ്കരമായിട്ട് ചെറുതായി പോകുന്നതായിട്ട് എനിക്ക് ഫീൽ ചെയ്യാറ്. ഈ കമൻറ്റ് ബോക്സൊക്കെ കാണുമ്പോൾ ഭയങ്കരമായിട്ട് നമ്മൾ ചെറുതായി പോകുന്നു. കാരണം പലപ്പോഴും ഈ ഫാൻ ഫൈറ്റ് ലെവലിൽ ഭയങ്കരമായിട്ട് താഴ്ന്നു പോകുന്നു. അപ്പോൾ നീ പറഞ്ഞു വന്നത് നമ്മുടെ ഈ ഫാനിസം എന്ന് പറയുന്നത് ഒരിക്കലും വ്യക്തി ജീവിതത്തിലേക്ക് അങ്ങോട്ട് നീണ്ടു പോരുതെന്ന്. പോകേണ്ട കാര്യമല്ല. ഓക്കെ, താങ്ക് യു.